മംഗളാദേവി ക്ഷേത്രം കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഹിന്ദു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുമളിയിലെ പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. കണ്ണകി എന്നും സങ്കല്പമുണ്ട്. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് 14 കിലോമീറ്റർ വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം കടൽനിരപ്പിൽ നിന്നും ഏകദേശം 1337 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണിത്. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകിക്കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എന്ന് വിളിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു. ചിത്രപൗർണമി നാളിൽ ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. 1980-കൾക്ക് ശേഷം തമിഴ്നാട് സംസ്ഥാനവും ഈ ക്ഷേത്രത്തിൻ്റെ അവകാശം ഉന്നയിക്കുന്നു. ഐതിഹ്യം: പാണ്ഡ്യനാടായ മധുരാപുരി ചുട്ടെരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിലെത്തിയെന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു. പുരാതന ചേര ശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ച നിർമ്മാണ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ണകി ഇവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും ഐതിഹ്യം. ചരിത്രം: മനുഷ്യവാസമില്ലാത്ത കാടിനുള്ളിലായുള്ള ഈ ക്ഷേത്രം നാശാവസ്ഥയിലായത് സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല. ശൈവമതക്കാരായ ചോള മറോപ്പടയുടെ ആക്രമണത്തിലാണ് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ സുവർണതാളുകളിൽ ഈ ക്ഷേത്രം കാബൂളിലെ ചിത്രാൾ എന്ന സ്ഥലത്ത് സമാനമായ ബുദ്ധവിഹാരവുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും കരുതുന്നു. ഇതേ പേരിലുള്ള ക്ഷേത്രം മംഗലാപുരത്ത് സ്ഥാപിക്കപ്പെട്ട ബുദ്ധമത ഭിക്ഷുകിയായ താരാദേവിയുടേതാണ്. ഇത് ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇടുക്കിയിലേത് 6-ാം നൂറ്റാണ്ടിലും. കണ്ണകി പാണ്ഡ്യരാജ്യത്തിൻ്റെ പതനത്തിന് വഴിയൊരുക്കിയ ശേഷം സഹ്യപർവ്വതം കടന്നെത്തി മംഗളാദേവി ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ബുദ്ധമഠത്തിൽ അഭയം പ്രാപിച്ച ശേഷം സന്യാസിനിയായി ജീവിച്ചു. ലഭ്യമായ തെളിവുകൾ ചേർത്ത് വായിച്ചാൽ ഇത് ശക്തമായ തെളിവാകുമെന്നാണ് വാദിക്കുന്നത്. 9-ാം നൂറ്റാണ്ടിൽ ചോളരുടെ അജ്ഞതയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിൻ്റെ മറവ സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും പിന്നീട് ശബരിമലയിലെ ക്ഷേത്രം പിടിച്ചെടുക്കാനായി യാത്ര തിരിക്കുകയും ചെയ്തുവെന്ന് കരുതുന്നു. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്ന് 18 കിലോമീറ്ററോളം ദൂരത്തിൽ പെരിയാർ ടൈഗർ റിസർവിൽ ഒരു മലമുകളിൽ ഏതാണ്ട് 4000 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചുമരിൽ അവലോകിതേശ്വരൻ്റെ ചിത്രം കാണാം. മറ്റൊരു ചുവരിൽ ബുദ്ധൻ ധ്യാനനിമഗ്നയായിരിക്കുന്നതും മാരൻ്റെ പുത്രിമാർ പിറകിൽ നിന്ന് ആക്രമിക്കാനെത്തുന്നതുമാണ് വരച്ചിരിക്കുന്നത്. ബുദ്ധന്മാർ ബുദ്ധൻ്റെ അടുത്ത ശിഷ്യന്മാരുടേതാണ് എന്ന അഭിപ്രായവുമുണ്ട്. ക്ഷേത്രത്തിന് പുറത്ത് കാണുന്ന തകർന്ന മതിൽ സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിനോടൊപ്പം വിഹാരങ്ങളോ ചൈത്യങ്ങളോ ഉണ്ടായിരുന്നുവെന്നാണ്. ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്ന് പോലും കൃത്യമായി അറിയാത്ത നിലയിലാണ്. നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൈകളിലായിരുന്നു. 1980-കളിൽ ഇങ്ങനെയൊരു ക്ഷേത്രമുണ്ടെന്ന് അറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായും നിസ്സംശയമായും കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള ഇവിടം തർക്കപ്രദേശമായി. പിന്നീട് ചിത്രപൗർണമി ദിവസം ക്ഷേത്രങ്ങളിൽ ഒന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുക്കുന്നു. ഇവിടുത്തെ ചിത്രപൗർണമി ഉത്സവം പ്രശസ്തമാണ്. 10,000-ഓളം ആളുകൾ ഈ ഉത്സവത്തിന് എത്തിച്ചേരുന്നു. ഉത്സവത്തിന് പ്രത്യേക പൂജകൾ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 4 മണി വരെ തുടരുന്നു. പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുള്ളിലൂടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയുക. സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയില്ല. പ്രത്യേക അനുമതി ലഭിച്ച ടാക്സി ജീപ്പുകളിലോ കാട്ടിനുള്ളിലൂടെ 14 കിലോമീറ്റർ നടന്നോ ഈ ഒരു ദിവസം മാത്രം ഭക്തർക്ക് മംഗളാദേവിയിൽ പ്രവേശനമുണ്ട്. മറ്റൊരു ദിവസവും ആരെയും വനത്തിനുള്ളിലേക്ക് കടത്തിവിടുകയില്ല. മംഗളാദേവി ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവ് പ്രദേശം മുഴുവൻ കേരളം വനവകുപ്പിൻ്റെ കർശന നിയന്ത്രണത്തിലാണ്. ഉത്സവ ദിവസം കണ്ണകി ട്രസ്റ്റ്, തമിഴ്നാട് ഗണപതി ഭഗവതി ട്രസ്റ്റ്, ക്ഷേത്ര ട്രസ്റ്റ് കുമളി എന്നിവർ സംഘാടനത്തിനും നേതൃത്വം വഹിക്കുന്നു.